ഇത് ഊരുക്കരി, പ്രകൃതിയുടെ അനുഗ്രഹത്താൽ സമ്പുഷ്ടയായ പുണ്യഭൂമി. ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രകൃതിസുന്ദരവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതുമായ പ്രദേശമാണ് കുട്ടനാട്. ലോകത്തിലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്ന ഏക സ്ഥലം എന്ന പ്രത്യേകതയും നമ്മുടെ നാടിന് അവകാശപ്പെട്ടതാണ്. കുട്ടനാടിനെപ്പറ്റി എഴുതപ്പെട്ട ചരിത്രമോ പുസ്തകങ്ങളോ നിലവിൽ ലഭ്യമല്ല. ഇതിഹാസമായ മഹാഭാരതത്തിൽ പറയപ്പെടുന്ന മിത്താണ് കുട്ടനാടിന്റെ ചരിത്രമായി കണക്കാക്കപ്പെടുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖാണ്ഡവ വനമായിരുന്നു ഈ പ്രദേശം. അർജുനന്റെ സഹായത്താൽ അഗ്നിദേവൻ ഭക്ഷിച്ച ഖാണ്ഡവ വനം. തുടർന്ന് ഈ തീ അണയ്ക്കുവാൻ ഇന്ദ്രൻ വർഷങ്ങളോളം മഴയായി പെയ്യുകയും കുട്ടനാട് വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. കുട്ടനാട്ടിലെ ഭൂമിക്കടിയിൽ ഇന്നും ഈ കരിഞ്ഞ കറുത്ത മണ്ണു കാണാം എന്നത് ചരിത്രകാരന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. കുട്ടനാട്ടിലെ ഈ കരിനിലങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഊരുക്കരി. അമ്പലപ്പുഴ ചെമ്പകശ്ശേരി രാജാവിന്റെ നാവിക സൈന്യമായ ഉരുക്കളുടെ താവളമായിരുന്നു നമ്മുടെ പ്രദേശം. അങ്ങനെ ഉരുക്കളും കരിയും ചേർന്ന് ഊരുക്കരിയുണ്ടായി. ഊരുക്കരിയുടെ സംസ്കാരവും പാരമ്പര്യവും ചരിത്രവും ജീവിക്കുന്ന ദേശനാഥനായ ശ്രീ ധർമ്മശാസ്താവിന്റെ തൃക്കോവിൽ. ഈ പരമ്പൊരുളിനെ സാക്ഷി നിർത്തിയാണ് ഊരുക്കരിയിലെ സകല ചരാചര ജന്തുക്കളും ജീവസന്ധാരണം ചെയ്യുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കം അവകാശപ്പെടാവുന്ന ക്ഷേത്രം പുരാതന കേരളീയ വാസ്തുവിദ്യയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. അഭിനവ ഊരുക്കരിയുടെ പ്രവേശന കവാടം ഇവിടെ തുറക്കുന്നു. അമ്പലപ്പുഴ നാട്ടുരാജാവിൻ്റെ കീഴിൽപ്പെട്ട വളരെ സമ്പൽ സമൃദ്ധമായ ഒരു പ്രദേശമായിരുന്നു ഊരുക്കരി. ഊരുക്കരി എന്ന പേര് തന്നെ വന്നത് ഉരുക്കളെ, അതായത് അമ്പലപ്പുഴ രാജാവിന് പാല് എത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു ഊരുക്കരി എന്ന് പറയുന്നത്. അന്നു മുതലേ സാംസ്കാരികപരമായും സാമ്പത്തികപരമായും ഒക്കെ തന്നെ വളരെയധികം മുന്നിൽ നിന്ന ഈ പ്രദേശം രാമങ്കരി ഗ്രാമപഞ്ചായത്തിലെ മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും എല്ലാം തന്നെ ഏറ്റവും മുന്നിൽ നിന്ന ഒരു പ്രദേശമാണ് ഊരുക്കരി എന്ന് പറയുന്നത്. ചരിത്രത്തിലോട് പുറകോട്ട് പോയാൽ ഊരുക്കരി ക്ഷേത്രം വളരെ അധികം പഴക്കമുള്ള ഒരു ക്ഷേത്രം, കൂടാതെ ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അതുപോലെ ഊരുക്കരി സഹകരണ സംഘം, 68 വർഷം പിന്നിട്ട വായനശാല, അത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഊരുക്കരിയെ സംബന്ധിച്ച്. പുന്നമൂട്ടിലെ ശ്രീ പീലിപ്പോസ് അവറുകൾ, അദ്ദേഹത്തിന് വളരെ ഒരു രൂപ പോലും വാങ്ങാതെ ആ പ്രദേശം ഈ വായനശാലയ്ക്ക് ആ പ്രദേശം വിട്ടുകൊടുത്തത് അത് നമ്മുടെ ആ ഊരുക്കരിയുടെ സാംസ്കാരികത തന്നെ വളരെയധികം ഓർക്കേണ്ട ഒരു വസ്തുതയാണ്. ആ കാലഘട്ടത്തിലെ ആളുകളുടെ ത്യാഗോജ്വലമായ പ്രവൃത്തിയും അവരുടെ കൂട്ടായ്മയും
ഒക്കെ തന്നെ അറിയിക്കുന്നതാണ്. ഇവിടെ മറ്റു പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത ഊരിക്കരിക്കുള്ളത്. നമുക്ക് എല്ലാവിധ ഇപ്പം പിന്നെ വരുംകാലങ്ങളിലാണെങ്കിൽ മൃഗാശുപത്രിയാണെങ്കിലും രാമഗിരി പഞ്ചായത്തിൻ്റെ, അതുപോലെ തന്നെ ക്ഷീരോത്പാദക സഹകരണ സംഘം, ഈ ഊരിക്കരിക്ക് സ്വന്തമായിട്ട് വള്ളമുണ്ടായിരുന്നു. അതായത് ചുണ്ടൻ വള്ളം ഉണ്ടായിരുന്നു. ഊരിക്കരി, കൊടുപ്പന, പുതുക്കരി പ്രദേശങ്ങളിലെ ആളുകൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഈ വള്ളംകളിക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുത്ത, എൻ്റെ ചെറുപ്പത്തിലൊക്കെ നോക്കിയാൽ വള്ളംകളിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് ജനിക്കാൻ സാധിച്ചത് തന്നെ വളരെയധികം ഒരു പുണ്യമായിട്ട് കരുതുന്നു. ഊരുക്കരിയുടെ സരസ്വതി ക്ഷേത്രം സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് തന്നെ 1947 നാരായണർജി എന്ന ക്ഷേത്ര പുരോഹിതനായ ബ്രാഹ്മണന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ അക്ഷരഗോപുരം. വിവിധ വിഭാഗങ്ങളിലായി ലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് ഊരുക്കരി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആരംഭനാളുകളിൽ സ്വന്തമായി കെട്ടിടമില്ലാതിരുന്ന വായനശാലയുടെ അവസ്ഥാവിശേഷത്തിന് പ്രതിവിധി എന്നോണം വീടാന്തരം കയറിയിറങ്ങി പുസ്തകങ്ങൾ കൊടുക്കുകയും വരും ദിവസങ്ങളിൽ അത് കൈമാറിക്കൊടുക്കുകയും ചെയ്യുക എന്ന പ്രതിഫലേച്ഛ കൂടാതെയുള്ള സ്വയംസേവക പ്രവൃത്തിയിലൂടെയാണ് നാരായണർജി ഈ മഹാസംരംഭത്തിന് ബീജാപാവം നൽകിയത്. പതിറ്റാണ്ടുകളായി ഊരുക്കരിയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഊരുക്കരി പോസ്റ്റ് ഓഫീസ്. ഫലപ്രദമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്നിട്ടും സ്തുത്യർഹമായ സേവനമാണ് ഈ സ്ഥാപനം ഊരുക്കരിക്ക് നൽകിപ്പോരുന്നത്. കുട്ടനാടിൻ്റെ ഇതര വിഭാഗമായി താരതമ്യം ചെയ്യുമ്പോൾ 1940-കൾക്ക് ശേഷം സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഊരുക്കരിക്ക് മറ്റിതര സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ ഏറെ സാംസ്കാരികമായും അല്ലാതെയും വികസനം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ നാട്ടിൽ അന്ന് ജീവിച്ചിരുന്ന നിസ്വാർത്ഥമതികളായ ഒരു പറ്റം ആളുകളുടെ പ്രയത്നഫലമാണ് എന്നതാണ്. അവർ സ്വാർത്ഥത കൈവെടിഞ്ഞ് പല കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കുകയും പല കാര്യങ്ങളിലും അവർക്ക് നേട്ടം കൈവരിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. താരതമ്യേന യാത്രാ സൗകര്യമോ മറ്റു സൗകര്യങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ വളരെ കുറവായിരുന്നെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവരതിനുവേണ്ടി പ്രയത്നിക്കുകയും അവർ ഇറങ്ങിയ മേഖലകളിൽ അവർക്ക് പല നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഊരുക്കരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വായനശാല, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, മറ്റ് സാംസ്കാരിക സ്ഥാപനങ്ങൾ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഇവയൊക്കെ ഊരുക്കരിയിൽ വേരെടുക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു പോകുന്നൊരു കാലഘട്ടം ഊരുക്കരിയെ സംബന്ധിച്ചുണ്ട്. എന്നാൽ നിലവിൽ അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്നതിന് ഒരു മാന്ദ്യം, ഒരു വൈക്ലഭ്യം ഈ നാട് ഇന്ന് അനുഭവിക്കുന്നുണ്ട്. പല ആളുകൾക്കും നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്താൻ കഴിയാതെ വരുന്നു എന്നുള്ളതാണ് ഇതിന് കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നീട് കക്ഷി രാഷ്ട്രീയത്തിലും സാമുദായികവുമായ വൈജാത്യങ്ങൾ ആളുകളെ ഓരോ കാര്യത്തിലും ഇറങ്ങിത്തിരിച്ചാൽ തങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ള ആ ഒരു ചിന്ത, അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കമ്പോളവൽക്കരണത്തിൻ്റെയും മറ്റും ഫലമായിട്ട് ഓരോ ജനമനസ്സുകളിലുണ്ടായ ആ മാറ്റത്തിൻ്റെ പ്രതിഫലനമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. നാടിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച് ഫലവത്താക്കുവാൻ, ഓരോ കാര്യങ്ങളും ഫലവത്താക്കുവാനും പൂർവ്വപിതാക്കൾ സമ്മാനിച്ച ആ നേട്ടം അതേ അളവിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഇപ്പോഴത്തെ തലമുറയിലെ ആളുകൾക്ക് അവർ ആ കാര്യത്തിൽ ജാഗരൂകരല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് ഊരുക്കരി സഹകരണ ബാങ്ക്, നമ്മുടെ സ്വന്തം സൊസൈറ്റി. ഊരുക്കരിയിലെ കർഷകരുടെ ആശ്രയ കേന്ദ്രമാണ് ഊരുക്കരി സൊസൈറ്റി. മഹത്തായ ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെ കുട്ടനാട്ടിലെ തന്നെ ഏറ്റവും നല്ല സഹകരണ ബാങ്കുകളിലൊന്നാണ് നമ്മുടെ ബാങ്ക്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഊരുക്കരി. ഊരുക്കരി നിവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള പ്രധാന വഴികാട്ടിയാണ് ഊരുക്കരി ആശുപത്രി. ദൈനംദിന പ്രവർത്തനം അവകാശപ്പെടുന്ന ഊരുക്കരി ആശുപത്രി ധാരാളം ആരോഗ്യ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു.
വർഷങ്ങൾക്ക് മുമ്പ് ഊരുക്കരിയിലെ ഒരു പറ്റം യുവാക്കളുടെ കൂട്ടായ്മയിൽ നിന്ന് പിറവിയെടുത്തതാണ് സ്കാർ യുവചേതന. ഊരുക്കരിയിലെ നിരവധി സാമൂഹിക സാംസ്കാരിക സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു ഈ യുവ കൂട്ടായ്മ. ഊരുക്കരിയിലെ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ദുർഘടമായ യാത്രയായിരുന്നു. അന്ന് ചെറുവള്ളങ്ങളും കൂടുതൽ സൗകര്യത്തിന് വേണ്ടി വലിയ വളവര വള്ളങ്ങളും ഒക്കെ ആയിരുന്നു. ഇന്ന് ആ വള്ളങ്ങൾ പുരാവസ്തുവിൻ്റെ വകുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഇവിടെയുള്ള ആളുകൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ വളരെയധികം ക്ലേശം സഹിക്കേണ്ടി വന്നിരുന്നു. 6 മാസം കൃഷിയും 6 മാസം വെള്ളവും നിറഞ്ഞു കിടക്കുന്ന വിശാലമായ പാടങ്ങളാണ് ചുറ്റും. അതിൻ്റെ ചിറയിൽ കൂടെ പോകാൻ മട നീണ്ടിയും ചെറുവള്ളങ്ങളെ ആശ്രയിച്ചുമാണ് മനുഷ്യന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഊരുക്കരിയുടെ സ്ഥിതിയെല്ലാം മാറി. ഇന്ന് എൻ്റെ ഊരുക്കരി എന്ന അഭിമാനപൂർവ്വം പറയത്തക്ക ഒരു നിലയിലേക്ക് ഊരുക്കരി എത്തിച്ചേർന്നിരിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് പാടങ്ങൾ 6 മാസം കൃഷിയും 6 മാസം വെള്ളവുമായിട്ട് കിടന്നിരുന്ന ആ കാലത്ത് യാത്ര വളരെ ദുരിതമായിരുന്നു. ഇന്ന് ഊരുക്കരിയുടെ 4 പുറത്തും കൂടെ റോഡുകളും വാഹനങ്ങളും ആയി ആളുകൾക്ക് യാത്രാ സൗകര്യം കൂടി. പഴയതുപോലെ ആളുകൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നുവെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. അതിനായിട്ട് ഇന്നത്തെ യുവതലമുറ പ്രവർത്തിക്കുകയും അടുത്ത തലമുറയ്ക്ക് അതിനുവേണ്ട പ്രചോദനം കൊടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇത് വള്ളപ്പുര. ഒരു കാലത്ത് ഊരുക്കരിയുടെ വ്യാപാര കേന്ദ്രമായിരുന്നു വള്ളപ്പുര. ആധുനികതയുടെ കടന്നുവരവോടെ പ്രതാപം നഷ്ടപ്പെട്ട ഊരുക്കരിയുടെ പ്രധാന ഭാഗമാണ് വള്ളപ്പുര. ഒരു കാലത്ത് കുട്ടനാട്ടുകാരുടെ ഏക ആശ്രയമായിരുന്ന ജലഗതാഗതത്തിൻ്റെ അവശേഷിക്കുന്ന കാഴ്ചയാണ് ഈ ബോട്ട് ജെട്ടികൾ. പോയ കാലത്തിൻ്റെ ഏറ്റവും അമൂല്യമായ തിരുശേഷിപ്പുകളിൽ ഒന്നാണിത്. ഇത് ക്ഷീരോത്പാദക സഹകരണ സംഘം ഊരുക്കരി. പതിറ്റാണ്ടുകളായി ഊരുക്കരിയിലെ ക്ഷീരകർഷകരുടെ ആശ്രയ കേന്ദ്രമായിരുന്നു ഇത്. പ്രതാപകാലം നഷ്ടപ്പെട്ട ഈ അർദ്ധ സർക്കാർ സ്ഥാപനം ഇന്ന് പാൽ വിപണനത്തിൽ ഏറെ പിൻപന്തിയിലാണ്. ചെമ്പകശ്ശേരി രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്കുള്ള ഒരു ഗ്രാമമാണ്. ചെമ്പകശ്ശേരി എന്ന് പറയുന്നത് ദേവനാരായണൻ ഭരിച്ചിരുന്ന പണ്ടത്തെ രാജ്യം ഊരുക്കരി. ചെമ്പകശ്ശേരി രാജ്യത്തെ സൈന്യങ്ങളുടെ ഉരു ഇവിടെയാണ് ശേഖരിച്ചിരുന്നത്. അങ്ങനെ ആയിരിക്കണം ഊരുക്കരി എന്ന പേര് വന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു. അങ്ങനെ പറഞ്ഞു വരുന്നു. നമ്മുടെ ഈ ഗ്രാമം നേരത്തെ ഈ വലിയ തോട്ടിൽ നിന്നുള്ളിലേക്ക് പോകുന്ന ഒത്തിരി ഇടത്തോടുകളും കൂടിയതായിരുന്നു. ഇനിയിപ്പോൾ വഴി സൗകര്യങ്ങളെല്ലാം റെഡിയാക്കി വന്നപ്പോൾ ഈ ഇടത്തോടുകളെല്ലാം നികന്നു. വള്ളപ്പുര എന്ന് വടക്കോട്ട്, ഇങ്ങോട്ട് വന്നാൽ ശാസ്താമഠത്തിൽ നിന്ന് വടക്കോട്ട്, പീഡിയച്ചിറ എന്ന് വടക്കോട്ട്, അത് അമ്പലത്തിൻ്റെ അവിടം വരെ ആ തോട് പോകുമായിരുന്നു. പിന്നെ നാരായണൻ കുഞ്ഞിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഒത്തിരി തോടുകൾ ഈ പ്രധാന തോട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമായിരുന്നു. പ്രധാന തോടെന്ന് പറയുന്നത് ഊരുക്കരയിൽ നിന്ന് കൊടുപ്പുന്ന വഴി അങ്ങ് അമിച്ചകരി ചമ്പക്കുളത്തിന് പോകുന്ന റോഡാണ് ഈ പ്രധാന തോടെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഗ്രാമപ്രദേശമായിരുന്നു നമ്മുടെ ഈ ഊരുക്കരി. ഇവിടെ
യൂരിക്കരിയുടെ പ്രധാന സ്ഥലമെന്ന് പറയുന്നത് വള്ളപ്പുരയായിരുന്നു. 4 തോടുകൾ വന്ന് ചേരുന്ന ഒരു കേന്ദ്രമാണത്. ഊരിക്കയുടെ കേന്ദ്രം അതായിരുന്നു അടുത്ത കാലം വരെ. വള്ളപ്പുര എന്ന് പേര് വരാൻ കാരണം ഒരു ചുണ്ടൻ വള്ളത്തിന് പെര വെച്ചിരുന്നു അവിടെ. ചുണ്ടൻ വള്ളം എന്ന് പറഞ്ഞാൽ ഊരിക്കരി കൊടുപ്പുന്ന പ്രദേശത്തുകാർക്ക് ഒരു വലിയ ചുണ്ടൻ വള്ളം ഉണ്ടായിരുന്നു. അതായിരുന്നു ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ഒന്നാമത്തെ വള്ളം. ഊരിക്കരിയിൽ ഒരു മഹൽ വ്യക്തി ഉണ്ടായിരുന്നു. പണ്ടാരത്തിൽ കുടുംബത്തിൽ പത്മനാഭപിള്ള, ബാരിസ്റ്റർ പത്മനാഭപിള്ള. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്റർ പരീക്ഷയെല്ലാം പാസ്സായി വരുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്നത് ആ ചുണ്ടൻ വള്ളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ്. രാമങ്കരി ഗ്രാമപഞ്ചായത്തിലെ ഏക മൃഗാശുപത്രിയാണ് ഊരുക്കരിയിലേത്. ദൈനംദിന പ്രവർത്തനവും ഡോക്ടറുടെ സേവനവും ഈ സർക്കാർ സ്ഥാപനത്തിൽ ലഭ്യമാണ്. ഇത് നാഗവള്ളി കളരി. ഊരുക്കരിയോളം തന്നെ പഴക്കമുണ്ട് ഈ കളരിക്ക്. നാഗവള്ളി കുടുംബവകയായ ഈ സ്ഥലം ഇന്ന് ക്ഷേത്രമായും കാവുകളായും സംരക്ഷിച്ചു പോരുന്നു. ഇത് കുരുന്നുകളുടെ അക്ഷരമുറ്റം. ഊരുക്കരിയിലെ കുഞ്ഞു നക്ഷത്രങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു കൊടുക്കുന്നതിൽ വലിയ പങ്കാണ് ഊരുക്കരി അങ്കനവാടി വഹിച്ചു പോരുന്നത്. നമ്മുടെ ഊരുക്കരി എന്ന ഗ്രാമം, ആ ഗ്രാമം നമ്മുടെ പഴയ നാട്ടുരാജ്യമായ അമ്പലപ്പുഴ രാജ്യത്തിൻ്റെ, ചെമ്പകശ്ശേരി രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശമായിരുന്നു. ഈ അമ്പലപ്പുഴ നാട്ടുരാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശമായ ഊരുക്കരി അതിൻ്റെ സൈന്യങ്ങളുടെയും ഒരു താവളമായിരുന്നു. അതിനോടനുബന്ധിച്ചാണ് ഊരുക്കരിയിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. അതിന് സമീപ പ്രദേശങ്ങളായി കളരികളും ഉണ്ടായിരുന്നു. ആയോധന വിദ്യകളും ഭടന്മാർക്ക് വേണ്ട സൗകര്യങ്ങൾക്കൊക്കെ ഒരുക്കുവാൻ വേണ്ടിയൊക്കെ 18 കളരികളിൽ പ്രധാനപ്പെട്ട ചില കളരികളും നമ്മുടെ സമീപ പ്രദേശങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് നാട്ടുരാജ്യങ്ങൾ ലയിപ്പിക്കുന്നു. ജില്ലകൾ പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിൽ ജില്ലകൾ പുതിയതായി രൂപം കൊണ്ടു. സ്വാതന്ത്ര്യാനന്തര കാലങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തിന് തൊട്ടടുത്തുള്ള പ്രദേശമായ ചങ്ങനാശ്ശേരി താലൂക്കായിരുന്നു. അതെല്ലാം പിന്നീടുള്ള സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഭരണഘടനാപരമായിട്ടുള്ള ഭേദഗതികൾ വരുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടനാടൻ പ്രദേശം എന്ന രീതിയിൽ താലൂക്കൊക്കെ രൂപീകരിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ആ കാലഘട്ടത്തിലൊക്കെ തന്നെ സാംസ്കാരികപരമായും സാമ്പത്തികപരമായും ഒക്കെ തന്നെ വിദ്യാഭ്യാസപരമായും വളരെ ഉന്നതിയിൽ നിന്നൊരു പ്രദേശമാണ് ഊരുക്കരി എന്ന ചെറു ഗ്രാമം. ഈ ഗ്രാമത്തിൽ നിന്ന് വളരെയധികം ആളുകൾ നല്ല ഉന്നത നിലയിലെത്തിയിട്ടുണ്ട്. ബാരിസ്റ്റർമാർ ഉണ്ടായിട്ടുണ്ട്. അവരുടെ പിന്മുറയിൽ നിന്ന് ഇവിടെ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഊരുക്കരിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരിക രംഗത്തും ഒക്കെ തന്നെ വളരെയധികം ഉന്നതി കിട്ടിയിട്ടുണ്ട്. പ്രസിദ്ധ സാഹിത്യകാരനായിരുന്ന കൊടുപ്പുന്ന എന്നറിയപ്പെടുന്ന ഗോവിന്ദഘടകൻ ഊരുക്കരിക്കാരനാണ്. അപ്പോൾ സാഹിത്യ രംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെ വളരെയധികം ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. ആ ഉയർച്ചയ്ക്കൊക്കെ ഉപോത്ബലകമായിട്ട് നമ്മുടെ നാട്ടിലെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ വായനശാല എന്നൊരു പ്രസ്ഥാനം രൂപീകരിച്ചത് നമുക്കറിയുള്ളതാണ്. പക്ഷെ ആ വായനശാലയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാട്ടിലെ സാധാരണപ്പെട്ട ആളുകൾ കൂടി നാടകങ്ങളും മറ്റ് കലാപരിപാടികളും സംഘടിപ്പിക്കുമായിരുന്നു. നിർഭാഗ്യവശാൽ ഇന്നത്തെ തലമുറ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സാംസ്കാരിക പരിപാടികളും നാടകങ്ങളും ഒക്കെ തന്നെ പഠിച്ച് അവതരിപ്പിക്കുന്നതിലൊക്കെ വളരെ പിന്നോക്കം പോയിരിക്കുകയാണ്. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, പുതിയ വിദ്യാഭ്യാസ പരിഷ്കാരത്തിൻ്റെ പേരിലൊക്കെ യുവതലമുറ മറ്റ് മേഖലയിലേക്ക് തേടിപ്പോകുമ്പോൾ
അവരുടെ സാഹിത്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വളരെ പിന്നോക്കം പോകുന്നു എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഈ നാടിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പൗരാണികപരമായിട്ടും ചരിത്രപരമായിട്ടും വളരെ സ്ഥാനമുള്ളൊരു പ്രദേശമാണ്. ചെറിയ ഗ്രാമമായിരുന്നു. ഇതിന് തൊട്ട് അടുത്തുള്ള പ്രദേശം ആയ പഴുതി പടനിലം എന്ന് പറയുന്ന പ്രദേശമൊക്കെ ഈ നാടിൻ്റെ പൈതൃകവുമായി ബന്ധപ്പെട്ടതാണ്. അമ്പലപ്പുഴ നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള പഴുതി പടനിലത്തിൽ നിരവധി പോരാളികൾ പടവെട്ടി മരിച്ചതിൻ്റെ ഓർമ്മയൊക്കെ നിലനിർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വില്ലുപൂട്ട് തുടങ്ങിയ ആചാര പരിപാടികളും ഒക്കെ തന്നെ നടന്നിട്ടുള്ളതാണ്. നമ്പർ 815 NSS കരയോഗം. പതിറ്റാണ്ടുകളായി ഊരുക്കരിയിൽ പ്രവർത്തിക്കുന്ന കരയോഗം ഊരുക്കരിയുടെ സാമുദായിക സാമൂഹ്യ മേഖലകളിൽ കരുത്തുറ്റ ഒരേടാണ്. ഗുരുദേവ ദർശനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഊരുക്കരിയിലെ സാംസ്കാരിക കേന്ദ്രമാണ് SNDP ഊരുക്കരി. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന SNDP ശാഖായോഗം ഊരുക്കരിയുടെ ചരിത്ര താളുകളിൽ ഇടം നേടുന്നു. വിവിധ ക്ഷേത്രീയ, സാംസ്കാരിക, സാമുദായിക, സർക്കാർ, അർദ്ധസർക്കാർ, യുവജന സംഘടനകൾ എന്നിവ എന്നും ഊരുക്കരിയുടെ മാത്രം സ്വത്താണ്. ഊരുക്കരി നിവാസികളുടെയും സാംസ്കാരിക സാമൂഹിക നായകന്മാരുടെയും ഇച്ഛാശക്തിയും ക്രാന്തദർശനവുമാണ് ഊരുക്കരിയുടെ ഏറ്റവും വലിയ ശക്തിസ്രോതസ്. ഇതുതന്നെയാണ് കുട്ടനാട്ടിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ഊരുക്കരിയെ വ്യത്യസ്തമാക്കുന്നതും. ഈ സവിശേഷതകൾക്കും മറ്റും കാരണഭൂതനായ ദേശനാഥൻ ഊരുക്കരി ശ്രീധർമ്മശാസ്താവിന്റെ കാൽക്കൽ ഈ എളിയ സാക്ഷാത്കാരം സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.